हेलो, आप सभी का स्वागत है हमारे नए चैनल हिंदी सीखो और बोलो पर. എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു പുതിയ ചാനലിലേക്ക്. ഇന്ന് നമ്മളുടെ ടോപ്പിക്കാണ് തും. തുമ്മു കൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂളാണ് തുമ്മു കൊണ്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഹോളാണ് അവസാനിക്കുന്നത്. തുമ്മു കൊണ്ട് പ്രസൻറ്റ് ടെൻസിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ഹോ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. तुम आर्या हो. तुम आर्या हो. നിങ്ങൾ ആര്യ ആണ്. तुम एक डॉक्टर हो. तुम एक टीचर हो. നിങ്ങളൊരു ഡോക്ടർ ആണ്. നിങ്ങളൊരു ടീച്ചർ ആണ്. ഓക്കെ, तुम दुबई में रहती हो. तुम दुबई में रहती हो. അപ്പോൾ അത് പുല്ലിംഗ് ആണെങ്കിലോ तुम दुबई में रहते हो. നമ്മൾ തുമ്മു കൊണ്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ താ സൗണ്ട് അല്ല വരിക പുല്ലിംഗിക്ക് വേണ്ടിയിട്ട്. തും ദുബൈ മേ രഹത്താ ഹോ എന്നല്ല നമ്മൾ പറയുന്നത്. തും ദുബൈ മേ രഹത്തേ ഹോ. അത് എന്ത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുല്ലിംഗിക്ക് വേണ്ടി തേ സൗണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. തും ദുബൈ മേ രഹത്തേ ഹോ. സ്ത്രീലിംഗിക്ക് വേണ്ടിയിട്ട് സെയിം. തും ദുബൈ മേ രഹത്തി ഹോ. നിങ്ങൾ ദുബൈയിൽ താമസിക്കുകയാണ്. ഓക്കെ, തും 30 साल की हो. തും 30 साल की हो. നിങ്ങൾക്ക് 30 വയസ്സാണ്. അപ്പോൾ ഒരു പുല്ലിംഗ് ആവുമ്പോൾ തും 30 साल के हो. തും 30 साल के हो. നിങ്ങൾക്ക് 30 വയസ്സാണ്. ഓക്കെ, തും മേരെ ദോസ്ത് ഹോ. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. തും മേരെ ദോസ്ത് ഹോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോർമൽ സെൻറ്റൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണോ വരിക, ഓ തന്നെയാണോ വരിക, അല്ലെങ്കിൽ ഹേ ആണോ അവസാനം വരിക, നമുക്ക് നോക്കാം. ഓക്കെ, തും കാസേ ഹോ. ഹൗ ആർ യു. തും കാസേ ഹോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമിലും പറയുമ്പോൾ തുമ്മിൻ്റെ കൂടെ ഹോ തന്നെയാണ് വരുന്നത്. തും കാസേ ഹോ. തും കഹാ ജാ രഹേ ഹോ. താങ്കൾ എവിടെ പോവുകയാണ്. തും കഹാ ജാ രഹേ ഹോ. ഓക്കെ, തും ക്യാ ഖാ രഹേ ഹോ. താങ്കൾ എന്ത് കഴിക്കുകയാണ്. तुम क्या खा रहे हो. ഓക്കെ, तुम कितने साल के हो. താങ്കൾക്ക് എത്ര വയസ്സാണ്. तुम कितने साल के हो. താങ്കൾ എവിടാണ് താമസിക്കുന്നത്. तुम कहाँ रहते हो. तुम कहाँ रहते हो. അപ്പോൾ തുമ്മ കൊണ്ട് നമ്മൾ നോർമൽ സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുമ്പോൾ നമ്മൾ തുമ്മിൻ്റെ കൂടെ ഹോ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മേൻ്റെ കൂടെ ഹൂ ആണ് അല്ലേ. മേൻ്റെ കൂടെ ഹൂ ആണ്, തുമ്മിൻ്റെ കൂടെ ഹോ ആണ് വരിക. ഓക്കെ, ഈ മേയും തുമ്മും കഴിഞ്ഞ് ബാക്കി എത്ര സബ്ജക്ട്സ് ആണ് നമ്മൾക്ക് വരുന്നത് അതിൻ്റെ കൂടെ ഹേ ആണ് വരുന്നത്. HAI ഹേ. ഓക്കെ, മേയും തുമ്മും കഴിഞ്ഞിട്ട് ബാക്കി എത്ര സബ്ജക്ട്സ് ആണ് വരുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഹേ ആണ് വരുന്നത്. അപ്പോൾ ഈ ബാക്കി എല്ലാ സബ്ജക്ട്സ് ഏതാണ്. മേര, തുമ്ഹാര, ഇസ്ക, ഉസ്ക, യഹ, വഹ, ഹം, ആപ് ആൻഡ് നെയിം, ഒരാളുടെ പേര്. ഓക്കെ, ഇതെല്ലാം സബ്ജക്ട്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഹേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മേ ഓർ തും മാത്രമാണ്. മേൻ്റെ കൂടെ ഹൂ, തുമ്മിൻ്റെ കൂടെ ഹോ. ബാക്കി ഈ വരുന്ന സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഹേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മേ ജാസ്മിൻ ഹൂ, തും ആര്യ ഹോ. ये हमारा घर है. हम सब दोस्त है. तुम्हारा नाम ബാനോ ഹേ. ഓക്കെ, അപ്പോൾ മെയിൻ നമ്മൾ നോക്കേണ്ടത് ഈ ബാക്കി സബ്ജക്ട്സിൻ്റെ കൂടെ ഹേ ആണ് വരുന്നത്. മേയും തുമ്മും മാത്രം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് സിമ്പിൾ ഒരു റൂൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ എഴുതാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര തന്നെ. നാളെ കാണാം വീണ്ടും ഒരു പുതിയ ടോപ്പിക്കിൻ്റെ കൂടെ.